ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 7 മാസമായിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ വന്നതിന് ശേഷം. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ ആ ഭാഗത്തേക്കൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇന്ന് ഫുള്ളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് പിന്നെ അങ്ങനെ എല്ലാ പരിപാടികളും ആണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ബസ് വഴിയാണ് പോണത്, നമ്മൾ വണ്ടിയൊന്നും എടുക്കണില്ല. അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ കൂട്ടുകാരൊക്കെ ബസ്സിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇരുത്തുന്നതൊക്കെ പറഞ്ഞ് കേട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം പിടിക്കും, ഒരു 10-15 മിനിറ്റ് പിടിക്കും. ഇപ്പോൾ നിൽക്കുന്നത് പയനീർ ഓട്ടോ സ്റ്റോർസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതെൻ്റെ കട തന്നെയാണ്. അപ്പോൾ ഇവിടെ വണ്ടികളുടെ, അതായത് പുല്ലൂരാണ് ഇത് മെയിനായിട്ടുള്ള സ്ഥലം വരുന്നത്. മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്കൂട്ടറുകളുടെയും കാറുകളുടെയും കുറേയൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ സർവീസ് ചെയ്ത് തരുന്നുണ്ട്. കൂടുതൽ ആഡായിട്ടൊന്നും പറയണില്ല, ജസ്റ്റ് അങ്ങനെ റെഫർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ആയത് എങ്ങനെ ഒരു 7 മണി ആയിട്ടുള്ളൂ. ഇനി കുറച്ചൊരു 10-15 മിനിറ്റ് പിടിക്കും. എന്തായാലും കുറച്ചങ്ങോട്ട് പോകണം. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം അവിടെയാണ് സ്റ്റോപ്പുള്ളത്, ഇവിടെ നിർത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ബാക്ക് പാക്ക് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആവശ്യ സാധനങ്ങൾ, വെള്ളം, പിന്നെ ക്യാമറ, അങ്ങനെ തീർത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സമയം വേസ്റ്റ് ചെയ്യണ്ട, അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്നാണ് ബസ് വരിക. ഇതാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ബസ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ബസ്സിൽ വരുന്നുണ്ട് ഗൈസ്. സോ നമ്മൾ ചാലക്കുടിയിലെത്തി. ഇപ്പോൾ ഒരു 8:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാ പരിപാടികളൊക്കെ കയറാം. അങ്ങനെ ഇവരുടെ ഫുഡ് എത്തി. ഇവർ വെള്ളയപ്പം കുറുമയും നമ്മുടെ ഫുഡ് ഇതാ വരുന്നു. സംഭവം നമ്മൾ ഇടിയപ്പാണ് പറഞ്ഞത്, വന്നത് വെള്ളയപ്പം പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇടിയപ്പ പറഞ്ഞത്, ഞങ്ങൾക്ക് വന്നത് വെള്ളയപ്പായി പോയി. യെസ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളി സ്ഥലത്തെത്തി, വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കണം. 50 റുപ്പീസാണ് ടിക്കറ്റിന് വരിക. പിന്നെ അവിടെ വാഴച്ചാൽ ആ ഭാഗമൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ചുറ്റും. ഞാൻ വഴിയെ കാണിച്ചു തരാം ഓരോ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ടോപ്പ് മോസ്റ്റ് ഭാഗത്താണ്, അവിടെയാണ് വാട്ടർഫോൾ വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗാർഡ് മെയിനി കടന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയൂ. ഇവിടെ കുറേ ആൾക്കാർ ബാത്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ജസ്റ്റ് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെയും കളഞ്ഞിട്ട്.
നല്ല രസമുണ്ട് കാണാൻ. വൺസ് ഇൻ എ ലൈഫ് ടൈം വ്യൂ എന്നൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഏകദേശമൊക്കെ വരേണ്ടതാണ് ഈ സ്ഥലമൊക്കെ കാണാനും. ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളമുള്ളൂ, കുഴപ്പമില്ലാത്ത സേഫാണ്. അവരെവിടെയാണ് ഇതാ പോകും, അവർ ക്യാച്ചപ്പ് ചെയ്യാം. സോ നമ്മളൊരു സ്പോട്ടിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൊത്തം മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. ഫോട്ടോകളൊക്കെ കുറേ എടുത്തു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല സ്പോട്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോലും ഈ സ്പോട്ടിലേക്ക് വരാമെന്ന് വെച്ചാലേ നല്ല ഫോട്ടോസ് കിട്ടും. നമുക്ക് വേറൊരു സ്പോട്ട് നോക്കാം. മൊത്തം വഴക്കിലിടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്പോട്ട് എല്ലാവരും നോക്കി വെച്ചോ. ഈ ഒരു സ്പോട്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഗൈസ്, അലക്സ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ എടുത്ത് കാലുറയ്ക്കാനാണ് അവൻ വെള്ളത്തിലേക്ക് കയറിയേ. ഭയങ്കര നമുക്കൊന്ന് അവൻ്റെ അടുത്തേക്ക് പോയിട്ടൊന്ന് നോക്കാം. ഒരാളിവിടെ വെള്ളത്തിൽ കളിക്കുന്നു, ഒരാൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ പറഞ്ഞ താഴത്തേക്കുള്ളൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും വാട്ടർഫോളിൻ്റെ. ഇവിടെ നോർമലാണ്, നമുക്ക് താഴേക്ക് പോവാം. പോയി അടിക്കുന്ന സൂക്ഷിച്ചിറങ്ങണം. നമ്മളിപ്പോൾ ഏകദേശം എത്താറായി. വാവ്, നല്ല വ്യൂ. തിരിച്ചു വരുന്ന നേരത്തെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇറങ്ങി. ഇത് വാഷ്റൂമാണെന്ന് തോന്നുന്നു. ഇവിടൊരു വാഷ്റൂമുണ്ട് ഒരു കയറി വരുന്ന വഴി തന്നെ. അപ്പം ഇത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇനി റെസ്റ്റ് എടുക്കാം. അതിന് വേണ്ടി കുറേ ഹട്ടുകളായിട്ട് ഇവിടെ ഉണ്ട്. ഹട്ടും പിന്നെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ, അവിടെ പോയിരിക്കാം. ആ, എല്ലാവരും ഉണ്ടല്ലോ. നല്ല ഏരിയ. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറണം. കോട്ടയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും തിരിച്ച് കയറാം. സമയമായി. ഇനി ബസ്സിന് 1 മണിക്ക് ബസ്സുണ്ട് ഇവിടുന്ന്. അപ്പോൾ 1 മണിക്ക് ബസ്സുള്ളതുകൊണ്ട് ആ സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, ലഞ്ച് കഴിക്കണം. ഇപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ എല്ലാം റെഡി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ഇത് കയറി തിരിച്ച് വീണ്ടും ഒരു റെസ്റ്റോറൻറ്റ് കയറണം. ഗൈസ് പെട്ടു, ഭയങ്കര മഴ. പക്ഷേ കുടയുണ്ട്, അവരുടെ കയ്യിലും കുടയുണ്ട്. നോക്കി, അവരുടെ കയ്യിൽ കുടയുണ്ട്, പക്ഷെ സൂക്ഷിച്ച് കാരണം കല്ലുകളായതുകൊണ്ട് വഴക്കും. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. നല്ല മഴയായിരുന്നു, മൊത്തം നനഞ്ഞു. ക്യാമറ നനഞ്ഞിട്ടില്ലായിരുന്നു വെച്ചാൽ ഭാഗ്യം. കാലിൻ്റെ കാറ്റും പോയി. ഇനി ഇവിടുന്ന് ഇറങ്ങി എനിക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് കയറി. പിന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് തന്നെ കയറി. അപ്പോൾ ഇവിടെ നിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിലെ സനറ്റും അലക്സും. അപ്പോൾ എന്തൊക്കെയൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത സ്പോട്ടിൽ പോകാൻ പറ്റുമോ നോക്കണം. അതിന് തന്നെ മഴ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ. ഹായ് സനറ്റ, നല്ല മുടി. നിൻ്റെ പിന്നെ ഒരു കുടയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അർജുൻ്റെ പിന്നെയും കുഴപ്പമില്ല, അത്ര നനവ് തോന്നുന്നില്ല. നിന്നെ പിന്നെ ഒട്ടും പറയില്ല. തലയിലൊരു കുട വെച്ചിട്ട് നടന്ന പിന്നെ എവിടുന്നു. ശേഷം അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് കുഴപ്പമുണ്ടായില്ല, പക്ഷെ കുറച്ച് കത്തിയാണ് കുറച്ചൊക്കെ.
ഇപ്പം നമ്മൾ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിലേക്ക് കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക്. ഞങ്ങൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് എത്തി. തുമ്പൂർമുഴി ഡാമിൻ്റെ അവിടേക്കാണ് എത്തിയത്. പക്ഷെ എത്തിയപ്പോഴേക്കും കട്ട മഴ ഒന്നും ചെയ്യാനില്ല. അപ്പം ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിരപ്പള്ളി വിട്ടിട്ട് ചാലക്കുടിയിലെത്തി. ഇനി ചാലക്കുടിയിൽ നിന്നുള്ള ബസ് വീട്ടിലേക്കുള്ളൊരു ബസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, പുല്ലൂർക്കാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ ബസ് കയറിയിട്ട് വീട്ടിൽ പോകും. അത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് പോടാ, ഇവിടെ തിയേറ്ററുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. വേറെ ഒന്നുമില്ല. ഇന്ന് നേരെ വീട്ടിൽ പോകുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചാലക്കുടിയിലാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കാൻ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വലിയ ഉപയോഗമൊന്നുമില്ല. ഇടയ്ക്കൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അതായത് ഞാൻ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ കോളേജും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി കാര്യം പറഞ്ഞത്. അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല, കണ്ടൻറ്റും ഇല്ല. അങ്ങനെയാണ്, അതാണ് കാര്യം. ഇനിയിപ്പം അടുത്ത വീഡിയോകൾ ഇടും. ഇനി കോളേജിനെ കുറിച്ചും കോളേജിൻ്റെ വീഡിയോകളൊക്കെ ഇടണമെന്ന് പ്ലാനുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താതിരിക്കുക. ബെല്ലൈക്കൺ. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ വരാം. ബൈ.